പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു യമണ്ട ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നതാണ് കേട്ടോ. നമ്മുടെ മാസത്തിൽ 2-3 പ്രാവശ്യം ഇങ്ങനെ ഒരു ഷോപ്പിംഗ് പതിവുള്ളതാണ്. ഇത് നമ്മുടെ ഹിമാലയയുടെ ലീഫ് 52 ആണ്. ക്യാറ്റ്, ഡോഗ്, ബേഡ്സിനൊക്കെ ലിവർ ഫംഗ്ഷന് വേണ്ടി കൊടുക്കുന്ന മെഡിസിനാണ്. പിന്നെ കാണിച്ചത് നമ്മുടെ മിയാവിൻ്റെ ചെറിയ വെറ്റ് ഫുഡിൻ്റെ ഒരു പാക്കറ്റാണ്. 35 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നതും. ഇത് നെല്ലാണ്. നെല്ലിന് വരുന്നതും കിലോ 40 രൂപയാണ്. അത് 2 കിലോ നെല്ലുണ്ട് കേട്ടോ. ഇത് തേനയാണ്. കിലോ 50 രൂപയാണ്. നമ്മൾ നെല്ല് വാങ്ങിച്ച സ്ഥലത്ത് നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. അവിടെ അല്പം റേറ്റ് കൂടുതലാണ്. ഇത് നമ്മൾ പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഇത് കിലോ 100 രൂപയാണ്. മിക്സഡ് സീഡ്സാണ്. നമ്മുടെ കോക്കറ്റീൽസിനും എല്ലാ ബേഡ്സിനും പറ്റിയ ഒരു മിക്സഡ് സീഡാണ്. പിന്നെ വരുന്നത് നമ്മുടെ പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച തന്നെയാണ്. ഈ തേന വരുന്നത് കിലോ 40 രൂപയുണ്ടാവും. പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച കാരണം അത് റേറ്റ് കുറവായിരുന്നു. അപ്പുറത്തെ തേനേനെക്കാട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പുറത്തെ തന്നെ 50 രൂപ വാങ്ങിച്ചെടുത്തോട്ട് നമ്മുടെ നിന്നും. അവിടെ അല്ലെങ്കിൽ തന്നെ ഇച്ചിരി റേറ്റ് കൂടുതലായി ആയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം നെല്ല് വാങ്ങിച്ചാൽ 30 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 40 രൂപയായി. ഒരു മാസം കൊണ്ട് തന്നെ 10 രൂപ കൂടി. പിന്നെ ഈ വരുന്നത് എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ മീനുണ്ട് കേട്ടോ. എന്താ പറയുക, ജൈൻറ്റ് ഗൗര വൈറ്റും ഉണ്ട്, പിന്നെ വേറൊരു കളറും കൂടി ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ വരുന്നത് നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം ക്യാറ്റ് ഫുഡ് നമ്മുടെ ക്യാറ്റ്സിന് വേണ്ടി വാങ്ങിച്ചാണ്. 1.5 കിലോത്തിന് 450 രൂപയാണ് വില വരുന്നത്. നമ്മളപ്പോൾ ഈ ക്യാറ്റ് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പെറ്റ് ഷോപ്പിൽ പോയതാണ്. അപ്പോഴാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. നമുക്ക് ഇതേപോലെ മാസത്തിൽ 3 പ്രാവശ്യമെങ്കിലും പർച്ചേസ് ചെയ്യണം. ഇതിൽ ലീഫ് 52 മാത്രം നമുക്ക് എപ്പോഴും പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് 2 ആഴ്ചക്കുള്ളിൽ അടുത്തത് വാങ്ങിക്കേണ്ട ഒരു സമയമായിട്ടുണ്ടാവും. മാസത്തിൽ എങ്ങനെയൊക്കെ 2-3 പ്രാവശ്യം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. എന്താ പറയുക, നല്ല എക്സ്പെൻസും കാര്യങ്ങളൊക്കെയാണ്. മാസത്തിൽ 2000-ന് മേളിൽ രൂപ നമ്മുടെ പെറ്റ്സിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ചിലവഴിക്കുന്നുണ്ട്. ഇങ്ങനെ വാങ്ങിക്കാൻ മാത്രം അല്ലാത്ത വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. വിര ഇളക്കുന്നതും പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷന് കാര്യങ്ങളൊക്കെ മെഡിസിൻ വാങ്ങിക്കണം, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഷോപ്പ് വിസിറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഉടനെ തന്നെ വിടുന്നതായിരിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.